ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ചെറിയ ഒരു ദിവസത്തെ ഒരു ജോലി, അതായത് രാവിലെ 6 മണിക്കാണ് ഞാൻ കിച്ചണിൽ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതാ തലേന്ന് രാത്രി ഇഡ്ലിക്കരി അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഡ്ലിയും ചമ്മന്തിയൊക്കെ കുട്ടിക്കൊക്കെ കൊടുത്ത് അവർക്ക് ലഞ്ചിലേക്ക് ഞാൻ ചോറുണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടലുണ്ട്. ഇതിപ്പോൾ അവർക്ക് രാവിലെ കഴിക്കാനുള്ള ഇതാണ് കൊടുത്തത്. ഇനിയിപ്പോൾ ഇതാ 3 കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നുണ്ട്. വലൈക്കും അസ്സലാം. അതിനിടയിൽ മൂപ്പർ എണീച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ മൂപ്പർക്ക് മെയിൻ വേണ്ടതെന്ന് വെച്ചാൽ 2 മുട്ട ഇതേപോലെ പുളിസയും കട്ടൻ ചെയ്യാണ് രാവിലെ കുടിക്കാറ്. ഇപ്പോൾ അതൊന്ന് കൊടുക്കട്ടെ. ശേഷം ഞാൻ കുറച്ച് ഇതുപോലെ മുരിങ്ങയുടെ ഇല ഇങ്ങനെ പറിച്ചിട്ടുണ്ട്. അതായത് മൂപ്പർക്ക് അങ്ങനെ ഇഡ്ഡലി അത്ര ഇഷ്ടമല്ല. അപ്പം പിന്നെ രാത്രിയത്തെ ദോശയുണ്ട്, അപ്പോൾ അതിനൊരു കറി ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഈ മുട്ടയും ഈ ഒരു മുരിങ്ങ ചപ്പോട്ടുള്ള ഈ ഒരു കറി മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഇങ്ങനൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ ഇതിൽ ഞാൻ മെയിനായിട്ട് റെസിപ്പി കാണിക്കുന്ന ഈ ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇതുപോലെ ഞാൻ കുറച്ച് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് കടുക് ഇട്ട്, പിന്നെ 2-3 അല്ലി വെളുത്തുള്ളി മാത്രമാണ്, ഇഞ്ചി ഇടുന്നില്ല. വെളുത്തുള്ളി, പച്ചമുളക് അതെല്ലാം ഇട്ട്, പിന്നെ ഒരു പകുതി ഉള്ളി, അല്ലെങ്കിൽ നിങ്ങളെ ആവശ്യത്തിനനുസരിച്ചിട്ട്, ഞാൻ കുറച്ചാക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഇട്ടത്. ഒരു തക്കാളി ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. എൻ്റെ കെട്ടിയോന് എന്തെങ്കിലും ഒരു ദേഷ്യം പിടിച്ചിട്ടോ അല്ലെങ്കിൽ എന്തോ മൂഡ് ശരിയില്ലാത്ത കാണുമ്പോൾ ഞാൻ ഇതുപോലെ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ മുഖം നല്ല ഹാപ്പി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കായിരിക്കെങ്കിൽ ഇതുപോലത്തെ ഒരു കെട്ടിയോനുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനിയിപ്പോൾ ഇതാ ഉള്ളി മസാല എല്ലാം ഒന്ന് നല്ലൊരു വെന്ത് വന്നതിന് ശേഷം നമുക്ക് 2 മുട്ട ഇതുപോലെ പാർന്നു കൊടുക്കണം. അപ്പോൾ മുട്ട ഉടക്കാതെ പാർന്നു കൊടുക്കണേ. മുട്ട ഉടച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു വല്ലാത്തൊരു ഇതായിട്ട് മാറും. അപ്പോൾ അങ്ങനെ ഉടക്കാതെ ഇങ്ങനെ ഒരു 10 മിനിറ്റ്, ഒരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ട് ആ മുട്ടനൊന്ന് വേവിച്ചെടുക്കണം. ഈ മസാലയിൽ തന്നെ ചെറിയ തീയിലാക്കിയിട്ട് വെക്കണം ഗ്യാസ്. അല്ലെങ്കിൽ കുറച്ച് ഇതുപോലെ 1/2 ഗ്ലാസ് വെള്ളം വെച്ച് കൊടുത്തിട്ട് ആ മുട്ടനൊന്ന് വേവിച്ചെടുക്കാം. അതിനിടയിൽ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ട് അരച്ചിട്ടുണ്ട്. അതായത് തേങ്ങയിൽ വലിയ ജീരകം ഒരു സ്പൂണ് പോലെ ആക്കിയിട്ട് വലിയ ജീരകം ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾ പൊടി ഇട്ടിട്ട് തേങ്ങ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് ഏകദേശം ഒന്ന് ആ മുട്ടയെല്ലാം ഒന്ന് വെന്തായി സെറ്റായി വരുമ്പോൾ നമുക്ക് തേങ്ങ ഈ അരച്ചത് പറന്നു കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു കറിയെ. പിന്നെ ഈ പൂരിക്ക്, ചപ്പാത്തിക്ക്, ദോശക്കെല്ലാം നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ദോശയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ദേശീയ ഭക്ഷണം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇതാ അതൊന്ന് പതച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് ഇറക്കാൻ നേരത്ത് ഈ ഒരു മുരിങ്ങച്ചപ്പ് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ച മുരിങ്ങച്ചപ്പാണ്, അതും അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് മുരിങ്ങച്ചപ്പ് ഇട്ട് കൊടുത്ത് അങ്ങനെ ഒരുപാട് വേവിക്കണ്ട, ജസ്റ്റ് ഒരു ഇളക്കി കൊടുത്തിട്ട് വേഗം തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് മൂപ്പറി ഫുഡ് കഴിച്ചിട്ട് പോയിട്ട് കുറച്ച് മീനും പച്ചക്കറിയോ അതെല്ലാം വാങ്ങിക്കൊണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതെല്ലാം ഒന്ന് നോക്കിയിട്ട് ബാക്കിയുള്ള ഉച്ചക്കത്തെ പരിപാടികൾക്കൊന്ന് തുടങ്ങണമല്ലോ. ഈ പച്ചക്കറിയെല്ലാം കൊണ്ടുവന്ന ദിവസം ഭയങ്കരമായിട്ട് ഒരു ഓവർ പണിയുള്ള പോലെ തോന്നും. കാരണം അതെല്ലാം ഒന്ന് സെറ്റാക്കി അതിൻ്റെതായ ബോക്സിലെല്ലാം ഇട്ട് വെക്കലും കാര്യവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ പച്ചക്കറിയെല്ലാം കൊണ്ടുവന്നതിന് കിഴങ്ങ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്, മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം ഇതല്ലോ കിഴങ്ങ്. അപ്പോൾ കുറച്ച് ഞണ്ടും ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഇന്ന് ഞണ്ട് വറുത്തരച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചു. ഉച്ചക്ക് ഇങ്ങനെ ഇടയ്ക്കിടെയൊന്നും വാങ്ങിത്തരില്ല. ഇങ്ങനെ ആഴ്ചക്ക് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പോയിട്ട് ഇതുപോലെ പച്ചക്കറിയോ മീനൊക്കെ വാങ്ങി തന്നാൽ അതൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കും. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് എടുക്കും. ഇനിയിപ്പോൾ ഞണ്ട് കറിയുടെ റെസിപ്പി ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അത് ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വറുത്തരച്ച ഞണ്ട് കറിയുടെ റെസിപ്പി കാണണമെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ കയറിയിട്ട് ഒന്ന് കണ്ടോ. അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഇടാം. ചോറ് എന്തായാലും രാവിലെ ഉണ്ടാക്കി വെക്കൂ. പിന്നെ കുട്ടികൾക്ക് ലഞ്ചിൽ എന്താ പറയുക തട്ടിക്കുട്ടിയ പോലെ കുറച്ച് ചമ്മന്തി അങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് കൊടുക്കും. അപ്പോൾ പിന്നെ എന്തായാലും ഉച്ചക്ക് മൂപ്പറ് ചോറിനുള്ളത് കൊണ്ട് എനിക്ക് എന്തായാലും ഉച്ചക്ക് ഇതുപോലെ പിന്നെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം. പിന്നെ പ്രത്യേകിച്ച് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ചില ആളൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ, വീട്ടിൽ നിനക്കെന്താ ഇത്രക്കാര്യം പണിയുള്ളത്, മലമറിക്കലാണോ അങ്ങനെ ഇങ്ങനെയാണെന്ന്. പക്ഷേ അങ്ങനെ പറയുന്നവർക്കായിട്ട് ഒരു ചെറിയൊരു വീഡിയോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് നമ്മൾ വീട്ടിലെ കുട്ടികൾ ഭർത്താക്കന്മാരെല്ലാം പുറത്ത് പോയാലും നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ഇങ്ങനെയുള്ള ഒരുപാട് ജോലികളുണ്ട്. അതിൽ കുറച്ച് മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ ചേർക്കുന്നുള്ളൂ. എൻ്റേത് മാത്രമല്ല, എന്നെപ്പോലുള്ള പല വീട്ടമ്മമാരും, എല്ലാ വീട്ടമ്മമാരും ഇങ്ങനെ തന്നെയായിരിക്കും. കാരണം കുട്ടികളൊക്കെ പോയിട്ട് കഴിഞ്ഞാൽ പിന്നെ അലക്ക്, ക്ലീനിങ്, പാത്രം കഴുകൽ, ഉച്ചക്കത്തെ ഫുഡ്, കുറച്ചുള്ള ഇത്, പിന്നെ കുട്ടികൾ വൈകുന്നേരം വരുമ്പോഴത്തേക്ക് അവർക്കുള്ള സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കൽ, ഇതെല്ലാം തന്നെ. അതിനിടയിൽ വാഷിംഗ് മെഷീൻ ഒന്ന് കേടായിട്ടുണ്ട്. അപ്പം പിന്നെ ആ അലക്കും കൂടിയിട്ട് കുറച്ച് ഭാരമായി തോന്നിയിട്ടുണ്ട്. അപ്പം പിന്നെ
അതുമൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു സമയമാകും. എനിക്കിതുപോലെ 4 മണിക്കൂർ അങ്ങനെയൊന്നും എണീച്ചിട്ടുള്ള അങ്ങനെയൊന്നും ഞാൻ ജോലി എടുക്കാറില്ല. കാരണം വെച്ചാൽ അങ്ങനെ എടുക്കും, അങ്ങനെ എവിടെയെങ്കിലും പോകാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെയൊക്കെ ഞാൻ വേഗം വേഗം പണി തീർക്കും. അല്ലെങ്കിൽ ഞാൻ എന്തായാലും ഒരു 5 മണിക്ക് എണീച്ചില്ലെങ്കിൽ എൻ്റെ നിസ്കാരവും അതൊക്കെ കഴിഞ്ഞ് 6 മണി എന്തായാലും ഞാൻ കിച്ചണിലേക്ക് ഇറങ്ങും. അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ നല്ല സ്പീഡുമാണ്, വേഗം വേഗം തന്നെ ജോലി തീർക്കും. ഞാൻ മുന്നേയുള്ള വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളോട് അതിൻ്റെ ഒരു മോട്ടിവേഷൻ ചെയ്യണം അങ്ങനെയൊക്കെ. ശരിയാ, ചില ദിവസങ്ങളിൽ ചെറിയൊരു മടിയൊക്കെ വരും. അപ്പോൾ പിന്നെ അന്ന് ഞാൻ പറഞ്ഞ പോലെ കണ്ണാടി നോക്കിയിട്ട് ഒന്ന് ജസ്റ്റ് പറഞ്ഞാൽ മതി, ഈ ജോലി നമ്മൾ തന്നെ തീർക്കണം, വേറെ ആരും ഉണ്ടാവില്ല. അപ്പം പിന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി വരും. അങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതിയേ. ചിലപ്പോൾ എനക്കുണ്ട് അങ്ങനെ ഒരു എന്താ പറയുക, ഭയങ്കരമായിട്ടൊരു മടിയുള്ള ദിവസങ്ങളൊക്കെ. ഇനിയിപ്പോൾ ഇതാ കറിയൊന്ന് ഏകദേശം ആയി വരുമ്പോഴത്തേക്ക് ആ പച്ചക്കറികളിലൊന്ന് ബോക്സിലെല്ലാം ആക്കി വെച്ച് മീനിൻ്റെ ബോക്സിലാക്കിയിട്ട് വെച്ച് നമ്മളെല്ലാം ഓരോ ദിവസവും ഉപയോഗിക്കണ്ടേ, ഓരോ ബോക്സിലാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാം. പ്രത്യേകിച്ച് രാവിലെ തന്നെ ഈ കുട്ടികൾക്ക് ലഞ്ചിൽ ചോറൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെതായ ഒരു ഇതിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ രാവിലത്തെ പണി വേഗം എളുപ്പമാക്കാം. ഇനിയിപ്പോൾ ഇതാ കുറച്ച് അലക്കാനുണ്ട്, എനിക്കിങ്ങനെ ഡെയിലി അലക്കണം. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ വാഷിംഗ് മെഷീൻ കേടായിട്ടുണ്ടെന്ന്. അപ്പം പിന്നെ വാഷിംഗ് മെഷീൻ നാളെ ആയിട്ടാണ് അവർ റിപ്പയർ ചെയ്യാൻ വരും. അപ്പോൾ പിന്നെ വേഗം തന്നെ ഞാൻ കൂട്ടി വെക്കുന്ന എനിക്ക് തീരെ ഇഷ്ടമില്ല. അപ്പോൾ അതിന് ശേഷം അലക്കി വന്നതിന് ശേഷം വേഗം തന്നെ വീടൊക്കെ ഒന്ന് അടിച്ച് വാരി ക്ലീൻ ആക്കിയിട്ടുണ്ട്. അടിച്ച് വരുന്നതിന് മുന്നേ ആയി നമുക്ക് വീടെല്ലാം ഒന്ന് നല്ലൊന്ന് ഒരുക്കി വെക്കണം. റൂം ക്ലീൻ ചെയ്തിട്ടു, ടേബിളൊന്ന് ക്ലീൻ ചെയ്തിട്ടു, പിന്നെ ഇതുപോലെ കൗണ്ടർ ടോപ്പും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അടിച്ച് വരി കഴിഞ്ഞാൽ നല്ല ഒരു വൃത്തി ഉണ്ടാവും കാണാൻ. ഡെയിലി ഒന്നും നിലമൊന്നും തുടക്കാറില്ല, പിന്നെ 1-2 ആഴ്ച എല്ലാം കൂടുമ്പോൾ ഞാൻ നിലമൊന്ന് തുടക്കും. പിന്നെ അങ്ങനെ വൃത്തിയിടാവില്ലല്ലോ. ഇതെൻ്റെ അടുക്കളയിലെ കുഞ്ഞു ടേബിളാണ്. ഇവിടെ ഇരുന്നിട്ടാണ് കുട്ടികളെല്ലാം രാവിലെ വേഗം തന്നെ ഫുഡ് കഴിക്കൽ. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചാൽ നല്ല നീറ്റായിരിക്കുമല്ലോ. പെട്ടെന്ന് ആരെങ്കിലും വീട്ടിലെല്ലാം ഗസ്റ്റെല്ലാം വരുന്നേരം നമ്മൾ നല്ല സ്മെല്ലുള്ള സൊല്യൂഷൻ കൊണ്ടല്ലോ ഇങ്ങനെ ആക്കിയാൽ നല്ല നീറ്റാണ്. പിന്നെ 1-2 ആഴ്ച കൂടുമ്പോഴാണ് ഞാൻ ഡീപ്പ് ക്ലീനിങ് ചെയ്യാൻ. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ പിന്നീട് ഇടാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വേഗം തിരക്കിലാക്കുന്ന ഒരു വീഡിയോ. അതിനിടയിൽ ഞാനിത് അലക്കി ആറിയിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കൗണ്ടർ ടോപ്പെല്ലാം തുടക്കുന്നതിൻ്റെ ഇടയിൽ പിന്നെ ഇതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന മിക്സി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് തുടക്കണം. പിന്നെ ഫ്രിഡ്ജിൻ്റെ പുറം അങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് തന്നെ പെട്ടെന്ന് കാണുമ്പോൾ നല്ല നീറ്റുണ്ടാവും. പിന്നെ അതെല്ലാം കുറച്ച് കഴിയുമ്പോൾ ഡീപ്പായിട്ടൊരു ക്ലീനിങ് നടത്താം. 1-2 ആഴ്ച കൂടുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഡീപ്പ് ക്ലീനിങ്, അത് ഞാൻ എന്തായാലും ഒറ്റയ്ക്ക് ചെയ്യാറില്ല. കാരണം ഞാൻ ആരെങ്കിലും സഹായത്തിന് വിളിക്കും. അപ്പം പിന്നെ അന്നത്തെ ഒരു ദിവസം പിന്നെ ബാത്റൂം കഴുകലും പിന്നെ നിലം തുടയ്ക്കലും അങ്ങനെയുള്ള ക്ലീനിങ് ഒക്കെ ചെയ്യും. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ഒറ്റക്കാണ് ചെയ്യൽ. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഈ ചെറിയൊരു ഷോൾഡറിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഓവറായിട്ട് ഇങ്ങനെ നിലം തുടക്കലെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വേദന കൂടും. അതുകൊണ്ട് നമുക്കിങ്ങനെ 1-2 ആഴ്ച കൂടുന്നേരം അങ്ങനെ പൈസ കൊടുത്താലും കുഴപ്പമില്ലല്ലോ, നമുക്കൊരു റെസ്റ്റ് കിട്ടുമല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങനെ 2 ആഴ്ച കൂടുമ്പോൾ ഫുള്ള് ക്ലീനിങ്ങിൻ്റെ ഇടയിൽ കുറച്ച് തേങ്ങയെല്ലാം ഉരിപ്പിച്ചിട്ടും കുറച്ച് തേങ്ങ ചിരണ്ടി വെപ്പിച്ചിട്ടും അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊരു ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് തിന്നുന്നുണ്ട്. ചിലപ്പോൾ ആപ്പിളായിരിക്കും, ഇതിപ്പോൾ പ്ലമ്മാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊന്നിങ്ങനെ തിന്നതിന് ശേഷം ഏകദേശം ഒരു 12-12:30 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഏകദേശം എല്ലാം ഒന്ന് സെറ്റായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ വറവും ഒരു സലാഡും അങ്ങനത്തെ എല്ലാം രാവിലെ ഞാൻ കുട്ടികൾക്ക് ലഞ്ച് കൊടുക്കുന്നവരെ തന്നെ ആക്കി വെച്ചതാണ്. ബാക്കിയെല്ലാന്ന് 2 കറിയിലാണ് ഇപ്പോൾ ഉണ്ടാക്കിയത്. ഞാൻ അടുത്ത് വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് കുട്ടികൾ വരാനാകുമ്പോൾ എന്തായാലും അവർ വിശന്നിട്ട് വരുമ്പം തന്നെ പറയുന്നത് വെച്ചാൽ വിശക്കുന്ന എന്തെങ്കിലും ഉണ്ടോ. അപ്പോൾ ചില ദിവസങ്ങളിൽ ഇങ്ങനെ എന്തെങ്കിലും സ്നാക്സ് ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കും. അല്ലെങ്കിൽ റസ്ക്, ബ്രെഡ് വാട്ടിയ, പഴമോ അങ്ങനെ എപ്പോഴൊന്നും ഇങ്ങനെ ഇതുപോലെ ആക്കൂല. പിന്നെ അധികം ഉണ്ടാക്കും ചില ദിവസം നൂഡിൽസ് പോലത്തെ അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ ഇന്നിതാ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ബീഫിൻ്റെ കട്ട്ലേറ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കുട്ടികളെല്ലാം ഏകദേശം വരുമ്പോഴത്തേക്ക് 4-4:30 ആവും. പിന്നെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ചായയെല്ലാം കുടിക്കുമ്പോഴത്തേക്ക് 5-5:30 മണിയെല്ലാം ആവും. അതിനുശേഷം പിന്നെ മോന് മദ്രസയിൽ പോകും. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റായി വന്നതിന് ശേഷം വീണ്ടും ഇതുപോലെ തന്നെ ഗ്യാസ് ഒന്ന് ക്ലീനിങ് ചെയ്യും. ഗ്യാസ് ഉച്ചക്കൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇത് വൈകുന്നേരം ഒന്നും കൂടി ഇതിൻ്റെ നെയ്യിൻ്റെ ഒരു അംശം ഉണ്ടാവുമല്ലോ അതിലൊന്ന് പോക്കി. ഗ്യാസ് നമ്മൾ എന്ത് ജോലി എടുത്താലും നമ്മൾ അന്നേരം തന്നെ വേഗം തന്നെ ക്ലീൻ ചെയ്യണം. അപ്പോൾ അതൊരു നല്ലൊരു പോസിറ്റീവ് എനർജി, നമുക്ക് വീണ്ടും അടുക്കളയിൽ ഇറങ്ങുമ്പോൾ നല്ലൊരു എനർജിയാണ്. അതിനിടയിൽ ഞാൻ കുറച്ച് ബീഫ് കറി ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. അതൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ എൻ്റെ ചാനലിൽ കയറി കണ്ടാൽ മതി. ബീഫ് കറിൻ്റെ എല്ലാം മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ രാത്രിയേക്ക് ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ ചപ്പാത്തിൻ്റെ കുറച്ച് പൊടി ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ കുറേ വീഡിയോ ഒന്നും ഞാൻ ഇടുന്നില്ല, ചെറിയ വീഡിയോ മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. അപ്പോൾ ഇതാ
ഏകദേശം ഒരു വൈകുന്നേരം ഞാൻ കുഴച്ച് വെക്കും. എന്നിട്ടൊരു നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് ഒരു 7:30 മണിക്ക് ഏകദേശം പിന്നെ അടുക്കളയ്ക്ക് ഇറങ്ങി ഈ ചപ്പാത്തി ഉണ്ടാക്കും. രാത്രിത്തെ ഫുഡ് ഏകദേശം കുട്ടികൾ ഞാനുമല്ലോ ഒരു 9 മണിയാകുമ്പോഴത്തേക്ക് കഴിക്കും. ആദ്യമൊക്കെ ഞാൻ ലേറ്റ് ആകലുണ്ട് രാത്രിത്തെ ഫുഡ് കഴിക്കാൻ. പിന്നീടാണ് മനസ്സിലായത് രാത്രിത്തെ ഫുഡ് കുറച്ച് നേരത്തെ തന്നെ കഴിക്കണം, ലേറ്റ് ആയാൽ നമ്മളെ ഹെൽത്തിന് മോശമാണെന്നൊക്കെ. അതുകൊണ്ട് ഞാനും ഒരു 9 മണിയാകുമ്പോഴത്തേക്ക് ഞാനും വേഗം തന്നെ കഴിക്കും. പിന്നെയുള്ളതെന്ന് വെച്ചാൽ മോനെ പഠിപ്പിക്കാൻ കുറച്ച് സമയമായിരിക്കും, കുട്ടികളായിട്ട് കുറച്ച് സ്പെൻഡ് ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ദിവസം. ഇനിയിപ്പോൾ മൂപ്പറ് രാത്രിത്തെ ഭക്ഷണം കുറച്ച് ലേറ്റ് ആവും കഴിക്കാൻ. കാരണം പ്രവാസികളാണല്ലോ, പ്രവാസികൾ അവർക്ക് കിട്ടുന്നൊരു ശീലമാണല്ലോ ലേറ്റായിട്ട് കഴിക്കുന്നത്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു 11:30-12 മണിയാവും ഞാനൊന്ന് ഉറങ്ങാൻ കിടക്കുന്ന സമയം. ഇതുപോലെ തന്നെയാണ് ഓരോ വീട്ടമ്മമാരും നമ്മളെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരു ദിവസം മുഴുവനും സമയം ചിലവഴിക്കുന്നത്. അപ്പം പിന്നെ ജോലിക്ക് പോകുന്ന സ്ത്രീകളും കൂടിയാണെങ്കിൽ അവരെത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. കാരണം വെച്ചാൽ അവർക്ക് പുറത്തും ജോലി എടുക്കണം, വീട്ടിൽ വന്നാൽ വീട്ടിലത്തെയും ജോലി. അപ്പോൾ പിന്നെ പുരുഷന്മാർക്ക് പുരുഷന്മാരേതായ ജോലിയുണ്ട്, അപ്പോൾ പിന്നെ സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായത്. അപ്പോൾ ജോലിക്ക് വന്നവർക്ക് അങ്ങനെ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ജോലിക്കും അതിൻ്റെതായ ബഹുമാനം കൊടുക്കും. ലാസ്റ്റായിട്ട് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് രാവിലത്തേക്ക് വേണ്ടിയിട്ടുള്ള കുട്ടികൾക്ക് ലഞ്ച് കൊടുക്കാനുള്ള കുറച്ച് വെജിറ്റബിൾ കട്ട് ചെയ്ത് വെക്കലും. ഇനി നല്ലൊരു വീഡിയോയുമായി ഞാൻ വരും. ബൈ.